ചിത്രം സെന്റ് ക്രീറ്റ് എന്ന ദ്വീപിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപേ വണങ്ങപ്പെട്ടിരുന്നു. ജൂൺ 27 നിത്യസഹായ മാതാവിന്റെ തിരുനാളായി ആഘോഷിക്കുന്നു. ഈശോയെ കയ്യിലെടുത്ത മാതാവ്, ദൈവമാതാവ് എന്ന പദവിയാണ് പരിശുദ്ധ മറിയത്തിന് കത്തോലിക്ക സഭ നൽകിയിരിക്കുന്നത്. ആദ്യ നൂറ്റാണ്ട് മുതലേ മറിയത്തെ സംബോധന ചെയ്യാൻ തിയോട്ടോക്കസ്, അതായത് ദൈവത്തെ കൈകളിൽ വഹിച്ചവൾ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവ് എന്ന നിലയ്ക്ക് മറിയം സർവോത്കൃഷ്ടയായ വണക്കത്തിനും സ്നേഹാദരങ്ങൾക്കും അർഹയാണ്. യേശുവിന്റെ അമ്മയായ മറിയത്തെ അവളുടെ ജീവിതത്തിലെ സന്താപങ്ങളുമായി ബന്ധപ്പെടുത്തി വണങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന പേരാണ് വ്യാകുല മാതാവ്. വ്യാകുലങ്ങളുടെ അമ്മ, സപ്തസന്താപങ്ങളുടെ മാതാവ് എന്നീ പേരുകളിലും മറിയം അറിയപ്പെടുന്നു. ലൂർദ് മാതാവ്. പരിശുദ്ധ കന്യകാമറിയത്തെ ഫ്രാൻസിലെ ലൂർദ് എന്ന പ്രദേശത്തുള്ള ജനങ്ങൾ അഭിസംബോധന ചെയ്തിരുന്ന പേരാണ് ലൂർദ് മാതാവ്. ഫ്രാൻസിലെ ലൂർദിൽ നടന്ന പരിശുദ്ധ മാതാവിന്റെ പ്രത്യക്ഷതയെ തുടർന്ന് അവർ ലേഡി ഓഫ് ലൂർദ് എന്ന പദവിയിൽ മാതാവിനെ ബഹുമാനിക്കുന്നു. പ്രാർത്ഥനയും കണ്ണീരും അർപ്പിച്ച് നാനാജാതിയിൽപ്പെട്ട വിശ്വാസികൾ എത്തിച്ചേരുന്ന വേളാങ്കണ്ണി ദേവാലയത്തിലെ മാതാവ്. മാതാവിന്റെ അത്ഭുത ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഈ ദേവാലയത്തിന്റെ പിറവി. മാതാവിന്റെ വിമല ഹൃദയം. ഈശോയുടെ തിരുഹൃദയ തിരുനാളിന്റെ പിറ്റേ ദിവസം തിരുസഭ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ലോക പ്രശ്നങ്ങൾക്ക് പരിഹാരമായും ആത്മാക്കൾ നരകത്തിൽ പോകുന്നത് തടയാനുള്ള രക്ഷാമാർഗമായും മറിയം തന്നെ നിർദ്ദേശിക്കുന്ന മറുമരുന്നാണ് വിമല ഹൃദയ ഭക്തി. ജന്മപാപത്തിന്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടു. 1854 ഡിസംബർ 8 9ാം പിയൂസ് മാർപ്പാപ്പ അമലോത്ഭവത്തെ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. കൃപാസന മാതാവ്. കർത്താവ് സ്വന്തം വാസസ്ഥലമാക്കിയ മറിയം സിയോൻ പുത്രിയാണ്. കർത്താവിന്റെ മഹിമ കുടികൊള്ളുന്ന ഉടമ്പടിയുടെ പേടകവും മനുഷ്യരോടൊപ്പമുള്ള ദൈവത്തിന്റെ കൂടാരവുമാണവൾ.